കൃഷ്ണകഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉദയനെയും കുട്ടി നിർമ്മലയും കീർത്തിയും ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചെത്തിയ സമയത്ത് മുത്തശ്ശി അവരെ പുറത്തു നിന്നെ തടഞ്ഞു നിർത്തുവാണ്. എന്നിട്ട് അവിടെ നടന്ന സംഭവത്തിന് സത്യാവസ്ഥ പറയാതെ 3 പേരും അകത്തേക്ക് കയറണ്ടെന്ന് പറയുവാണ് കേട്ടോ. പറയൂ, എങ്ങനെയാണ് ആ പൂജയുടെ ഇടയ്ക്ക് അങ്ങനൊരു അപകടം സംഭവിച്ചത്? എങ്ങനെയാ കർപ്പൂരത്തിൻ്റെ തട്ടിൽ ഗൺ പൗഡർ വന്നത്? ആരാ പൂജ അലങ്കോലമാക്കാനും ഗാതമോളുടെ നവീൻ്റെ ജീവൻ അപകടത്തിലാക്കാനും ഇങ്ങനൊരു പണി ഒപ്പിച്ചു വെച്ചത്? നിങ്ങൾ 3 പേരിൽ ആരോ ഒരാൾ തന്നെയാണ് ചെയ്തത്. ഇത്തരം പ്രവൃത്തികൾ നിങ്ങളുടെ ഭാഗത്തു നിന്നാണല്ലോ വരുന്നത്. കീർത്തി, പറ, നീയാണോ ഇതിൻ്റെ പിന്നിൽ? അയ്യോ അല്ല മുത്തശ്ശി, സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. ഞാൻ നല്ല മനസ്സോടെ പൂജയെ പങ്കെടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. നിർമ്മലെ, അപ്പം നീയാണോ ഇത് ചെയ്തത്? അയ്യോ അല്ലമ്മേ, അമ്മ കണ്ടതല്ലേ രാവിലെ തൊട്ട് എത്ര ഉത്സാഹത്തോടെ ഞാൻ പൂജയ്ക്ക് വേണ്ടി പങ്കെടുത്തതെന്ന്. സത്യമായിട്ട് ഇതിലെനിക്കൊരു പങ്കുമില്ല. അല്ലെങ്കിലും ദൈവങ്ങളോട് കളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ നമുക്ക് തന്നെ തിരികെ കിട്ടുമെന്ന് അറിയാവുന്ന കാര്യമല്ലേ. എത്ര വട്ടം എനിക്കത് കിട്ടിയിട്ടുള്ളതാ. നിങ്ങൾ 2 പേരും അല്ലെങ്കിൽ അപ്പോൾ പിന്നെ ഇതിൻ്റെ പിന്നിൽ ഉദയനായിരിക്കും. എന്താ ഉദയ, നീയാണോ ഇതിൻ്റെയൊക്കെ പിന്നിൽ സൂത്രധാരൻ? അന്നേരം ഉദയനാണെങ്കിൽ പറയണേ, എൻ്റെ അമ്മേ, എനിക്കിവിടെ നിൽക്കാനൊരിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. ആകെ എല്ലാം പൊള്ളി ഉള്ളും പുറമൊക്കെ ആദ്യം നിൽക്കുവാണ്. അളിയ എന്നും പറഞ്ഞ് വേഗം തന്നെ ഉദയനകത്തേക്ക് കയറി പോകുവാണ് കേട്ടോ. പിന്നാലെ നിർമ്മലയും കീർത്തിയും ചെല്ലുന്നുണ്ട്. ഈ സമയം മുത്തശ്ശി ഭഗവാനോട് കൃഷ്ണക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഗാദ റൂമിൽ പേടിച്ച് പറിച്ചെടുക്കുന്നതാണ് കേട്ടോ. അവിടെ റൂമിന് ചുറ്റും നോക്കി പാമ്പുണ്ടോ എന്ന് സംശയിച്ച് പേടിച്ച് ഭയന്നിരിക്കുവാണ് ഗാദ. ഈ സമയം തങ്കോരികളുണ്ടാവും. അതെ, എനിക്കാകെ പേടിയാവുന്നു. ഇനിയിപ്പോൾ പേടിച്ചിട്ട് എന്താ കാര്യം? ആ പൂജ ഭംഗിയായിട്ട് ചെയ്തെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നോ? വെറുതെ പൂജയ്ക്ക് വിഘ്നം വരുത്തി നാഗകോപം വരുത്തി വെച്ചില്ലേ? ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, സംഭവിച്ചു പോയതാണ്. ഇനി ആ നാഗോങ്ങാനും എല്ലാം കൊല്ലാനായിട്ട് വരുമോ? എനിക്കിവിടെ ഭയന്നിട്ടാണെങ്കിൽ നിൽക്കാനും പറ്റുന്നില്ല. എന്തേലും ഒന്ന് പെട്ടെന്ന് ചെയ്യും. ഞാനെന്ത് ചെയ്യാനാ? എല്ലാം വരുത്തി വെക്കുമ്പോൾ ഓർക്കണമായിരുന്നു. ഞാനെന്താണെങ്കിലും കൃഷ്ണമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അവൾ അവിടുത്തെ അടുത്തുള്ള നാഗക്ഷേത്രത്തിൽ നിനക്ക് വേണ്ടി പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്ത് പ്രസാദം മോൾക്കുട്ടിയുടെ കയ്യിൽ കൊടുത്തു വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും അവൾ അങ്ങനെ ചെയ്ത് പ്രസാദം കൊണ്ടുവരുമ്പോഴേ അവളോട് തട്ടിക്കയറാണെന്നും നിൽക്കരുത്. പ്രസാദം എന്താണെന്ന് വെച്ചാൽ വാങ്ങി ഉള്ള ചെയ്തു പോയ പാപത്തിന് പരിഹാരം ചെയ്യാൻ നോക്ക്. ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ സമയത്തെങ്കിലും കുറച്ച് നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ നോക്ക്. ഈ സമയത്ത് പെട്ടെന്ന് അവിടെ ടേബിളിലിരുന്ന് എന്തോ ഒരു ബോക്സ് വീഴുവാണ് കേട്ടോ താഴത്തേക്ക്. അത് കണ്ട് ഗാഥ പെട്ടെന്ന് പേടിക്കുക. അയ്യോ പാമ്പ്, അവിടെ പാമ്പുണ്ട്, പോയി നോക്ക്, അവിടെ പാമ്പുണ്ട്, ആ പാമ്പിനെ കൊല്ലാൻ വരൂ ഇപ്പോൾ എന്നും പറഞ്ഞ് അലറി വിളിക്കുവാണ്. അന്നേരം തങ്ക അവിടെ പോയി ചെന്ന് നോക്കുക. പാമ്പൊന്നുമില്ല, ഈ ബോർഡർ താഴെ വീണതാ. അല്ല, അതിൻ്റെ മുകളിൽ പാമ്പുണ്ട്. ആ പാമ്പ് അത് തട്ടി താഴെയിട്ടത്. ഇങ്ങനെ പേടിക്കാതെ, ഇവിടെ പാമ്പ് ഒന്നുമില്ലെന്നേ. അങ്ങനെയൊക്കെ പറഞ്ഞ് തങ്കമാണെങ്കിൽ ഗാഥേനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുവാണ്. ഈ സമയം അവിടെ സത്യവതിയുടെ റൂമിൽ സത്യവതി നല്ല ഉറക്കമായിരിക്കും. പെട്ടെന്ന് എന്തോ ചീറ്റുന്ന ഒച്ച കേട്ട് സത്യവതി കണ്ണു തുറന്ന് നോക്കുമ്പോഴായിരിക്കും കേട്ടോ ടേബിളിൻ്റെ ഇടയിൽ കൂടി ഒരു പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്നത് കാണുന്നത്. ഇതുകൊണ്ട് സത്യവതി റൂമിൽ നിന്ന് അലറി വിളിക്കുക. ശാന്തി, ഒന്ന് ഓടിവാ, വേഗം വാ എന്നും പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഈ സമയം തങ്ക അവിടെ നിന്ന് പോകാൻ തുടങ്ങുക. എന്നാൽ ഗാഥയാണെങ്കിൽ തങ്കത്തെ വിടുന്നില്ല. അയ്യോ, എങ്ങോട്ടും പോകല്ലേ, എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാം. എന്നെ മാഡം വിളിക്കുന്നു, ഞാൻ എന്താണെന്ന് ചെന്ന് നോക്കിയിട്ട് വരാം. വേണ്ട, ഒരിടത്തേക്കും പോകണ്ട. ഓ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, ഞാൻ നോക്കിയിട്ട് ഇപ്പം തന്നെ വരാം എന്നും പറഞ്ഞ് തങ്ക അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ സത്യവതിയുടെ റൂമിലേക്ക് ഓടി വരുമ്പോൾ അവരാണെങ്കിൽ പേടിച്ച് വിറച്ച് കട്ടിലിൽ തന്നെ ഭയന്ന് ചുറ്റും നോക്കിയിരിക്കുക. എന്തുപറ്റി? എന്താ മേഡം സംഭവിച്ചത്? അത് ശാന്തി, ഇവിടെ ഒരു പാമ്പ്, നാഗം. ആ നാഗം ഇങ്ങനെ എൻ്റെ മുമ്പിൽ പത്തി വിടർത്തി നിൽക്കുക. അതിവിടെ തന്നെ എവിടെയോ ഉണ്ട്. ശാന്തി ഇവിടെ എല്ലാം ഒന്ന് നോക്കുക. എവിടെ മേഡം? ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ലല്ലോ. അയ്യോ, ഞാൻ ശരിക്കും കണ്ടതാ. ഇല്ല, മേഡത്തിന് തോന്നിയതായിരിക്കും, ഇവിടെ പാമ്പൊന്നുമില്ല. അയ്യോ ഇല്ല ശാന്തി, എനിക്ക് തോന്നിയതൊന്നുമല്ല, സത്യോ. അതിങ്ങോട്ടിങ്ങോട്ടോ എഴിഞ്ഞു പോയിരിക്കുക. ഇവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണ നാഗക്ഷേത്രത്തിലെ തിരുമേനിയുടെ അരികിൽ ചെന്ന് ഗാഥയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിഹാര കർമ്മങ്ങളെല്ലാം ചെയ്യുവാണ്. അന്നേരം അവിടുത്തെ കുടുംബക്ഷേത്രത്തിലെ തിരുമേനി തന്നെ പൂജകളൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം പറയണേ, പ്രശ്നമാണല്ലോ. കുട്ടി പറഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിൽ ആ കുട്ടിക്ക് ഉഗ്രമായിട്ടുള്ളൊരു നാഗശാപം തന്നെ ഏറ്റിരിക്കുന്നത്. എന്നാണെങ്കിലും പൂജാകർമ്മങ്ങളനുസരിച്ചുള്ള എല്ലാ പരിഹാര കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി ഈ പ്രസാദം ആ കുട്ടിയുടെ നെറ്റിയിൽ ചാർത്തി കൊടുക്കണം. മാത്രമല്ല ഈ ചരടും കയ്യിൽ കെട്ടിക്കൊടുക്കണം. എന്നാലേ പരിഹാരം പൂർത്തിയാകുള്ളൂ. ശരി തിരുമേനി, എല്ലാം പറഞ്ഞതുപോലെ തന്നെ ചെയ്തോളാം. അങ്ങനെ പറഞ്ഞ് കൃഷ്ണ അവിടെ നിന്നും പുറപ്പെടുവാണ്. പിന്നീട് ഗാഥക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വെള്ളം എടുക്കാനായിട്ട് തങ്കം
അടുക്കളയിൽ വന്നിരിക്കുമായിരിക്കും. ഈ സമയത്ത് ഗാഥയുടെ റൂമിലേക്ക് ഒരു നാഗം എഴഞ്ഞു വരുവാണ്. ഈ സമയം ഈ കാഴ്ച കണ്ട് ഞെട്ടിലോടുകൂടി അലറി വിളിക്കുവാണ്ടോ ഗാഥ. അയ്യോ ഓടി വരണേ, രക്ഷിക്കണേ എന്നും പറഞ്ഞ് അലറിക്കരയുവാണ്. അങ്ങനെ അടുക്കളയിൽ നിന്നും ഗാഥയുടെ കരച്ചിൽ കേൾക്കുന്നതും തങ്കം അങ്ങോട്ടേക്ക് ഓടി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഗാഥയുടെ റൂമിൽ പത്തി വിടർത്തി നിൽക്കുന്നൊരു നാഗത്തിനെ കണ്ടോ. അങ്ങനെ ആ നാഗത്തെ കണ്ട് ഗാഥയാണെങ്കിൽ ഭയന്ന് വരച്ച് നിൽക്കുക. അതുകൊണ്ട് ഞെട്ടിത്തിരിച്ച് വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് തങ്കം. അയ്യോ ഈശ്വര, എന്തായി കാണുന്നത്? അയ്യോ എന്നെ ഒന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്ക്, ഇതിന് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞുവിട്, ഞാനെന്ത് ചെയ്യാനാ? ഈശ്വര എന്താ ഇപ്പം ചെയ്യുക എന്നും പറഞ്ഞ് തങ്കം നേരെ അടുക്കളയിലേക്ക് ചെല്ലുവാണ്. അന്നേരം ഗാഥ ഒച്ചയുണ്ടാക്കുമോ, നിങ്ങളിത് എങ്ങോട്ടാണ് പോകുന്നത്? ഇതിനെങ്ങോട്ടെങ്കിലും ഒന്ന് പറഞ്ഞുവിട് എന്നും പറഞ്ഞ് അലറി വിളിച്ച് കരയുവാണ് കേട്ടോ. ഈ സമയം വേഗം തന്നെ തങ്കം ഫോൺ എടുത്ത് കൃഷ്ണയെ വിളിക്കുക. ഹലോ മോളെ, ഇവിടെ ആകെ പ്രശ്നമാണ്. റൂമിൽ ഗാഥയുടെ മുമ്പിൽ ഒരു നാഗം പത്തി വിടർത്തി നിൽക്കുക. അയ്യോ അമ്മേ, മോളെ എന്തായാലും ഒന്ന് ഇത്രയും പെട്ടെന്ന് ചെയ്യണം. ആ കുട്ടിയാണെങ്കിൽ അവിടെ കരഞ്ഞു വിളിച്ചുകൊണ്ടിരിക്കുക. അമ്മേ, ഞാൻ പൂജാരിയെ കണ്ടിരുന്നു, എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കി. ഗാഥയുടെ നെറ്റി തൊടിക്കാനുള്ള പ്രസാദവും ചരടുമായിട്ട് ഞാൻ ഉടനെ മോൾക്കുട്ടീനെ അങ്ങോട്ടേക്ക് പറഞ്ഞുവിടാം. ശരി മോള്. അങ്ങനെ പറഞ്ഞ് തങ്കം വീണ്ടും റൂമിൻ്റെ അങ്ങോട്ടേക്ക് എത്തുക. എന്നാൽ അവിടെ ഗാഥയാണെങ്കിൽ ഭയന്ന് വിളിച്ച് ഇരിക്കുമായിരിക്കും. ഈ സമയം നാഗമാണെങ്കിൽ താഴെ നിന്നും കട്ടിലിൻ്റെ മീതയിലേക്ക് കയറുവാണ്. അതുകൊണ്ട് ഗാഥ പേടിക്കുവാണ്. പെട്ടെന്ന് തന്നെ ഗാഥയുടെ മോദം പറഞ്ഞ് കട്ടിലിൽ തന്നെ മയങ്ങിക്കിടക്കുവാണ് കേട്ടോ ഗാഥ. ഈ സമയം പാമ്പാണെങ്കിൽ പത്തി വിടർത്തി ഗാഥയുടെ അരികിൽ തന്നെ നിൽക്കുന്നുണ്ട്. അത് കണ്ട് ഭയന്ന് പ്രാർത്ഥനയോടെ നിൽക്കുവാണ് കേട്ടോ തങ്കം. ഈ സമയം മോളിക്കുട്ടി കൃഷ്ണനെ കാണാനായിട്ട് കളരിക്കലെത്തിയിട്ടുണ്ടാകും. അങ്ങനെ കൃഷ്ണ മോളിക്കുട്ടിയുടെ കയ്യിൽ പൂജ നടത്തിയ പ്രസാദവും ചരടുമൊക്കെ ഏൽപ്പിക്കുന്നുണ്ട്. ഈ സമയം മോളിക്കുട്ടി പറയണേ, എൻ്റെ കൃഷ്ണനെ, ഞാൻ അങ്ങോട്ട് ഒറ്റയ്ക്ക് പോയിട്ട് ഒരു കാര്യമില്ല. ആ ഗാഥ ഉണ്ടല്ലോ, ഞാൻ പറയുന്ന ഒന്നും കേൾക്കാനും പോകുന്നില്ല. ഒരു കാര്യം ചെയ്യ്, നീ കൂടെ എൻ്റെ ഒപ്പം വാ. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നീ തന്നെ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കുമല്ലോ. ഞാൻ തന്നെ തിരികെ നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കാം. അല്ല മോളിക്കുട്ടി, ഈ അവസ്ഥയിലൂടെ നീ ഞാൻ വന്നാൽ മാത്രമല്ല എന്നെ അടക്കേണ്ട പ്രശ്നമില്ലേ? അവിടെ ഇപ്പോൾ ശ്രീനിവാസ സാറില്ല. നീ വന്നാൽ ആരും അറിയാൻ പോകുന്നില്ല. എന്നാൽ ശരി, ഞാൻ മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശിയോട് ചോദിച്ചിട്ട് ഞാൻ വരാം. ഈ സമയം മുത്തശ്ശി ഇതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ടാവും. അങ്ങനെ കൃഷ്ണാകത്തേക്ക് മുത്തശ്ശിൻ്റെ അരികിലേക്ക് ചെല്ലുക. മുത്തശ്ശി, ഞാനെല്ലാം കേട്ടു. പൂജ നടത്തിയ ഈ പ്രസാദവും ചരടുമൊക്കെ കൊടുക്കാനായിട്ട് ഞാൻ നേരിട്ട് തന്നെ ഗാഥയുടെ അരികിലേക്ക് പോയാലോ എന്നാണ് വിചാരിക്കുന്നത്. അതിനെന്താ മോളി, ഗാഥയ്ക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ട് ഈ പൂജകളൊക്കെ ചെയ്തതെന്ന് എനിക്കറിയാം. മോളോട് ഇത്രയൊക്കെ ദ്രോഹം കാണിച്ചിട്ടും മോൾക്ക് ആ കുട്ടിയെ സ്നേഹിക്കാൻ മാത്രമല്ലേ പറ്റുന്നുള്ളൂ. അത് മോളുടെ വലിയ മനസ്സ് തന്നെയാണ്. മോള് പോയിട്ട് വാ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെ കൃഷ്ണ സന്തോഷത്തോടെ മോൾക്കുട്ടിയുടെ ഒപ്പം വേഗം തന്നെ അവിടെ നിന്ന് പോകുവാണ്. അങ്ങനെ കൃഷ്ണയും മോളിക്കുട്ടിയും കൂടി ഗാഥ കിടന്നിരുന്ന ആ റൂമിൻ്റെ അരികിലേക്ക് ഓടിയെത്തുക. ഈ സമയം തങ്കയുടെ പ്രാർത്ഥനയോടുകൂടി നിൽക്കുന്നുണ്ടാവും. അങ്ങനെ കൃഷ്ണയും മോളിക്കുട്ടിയാണെങ്കിൽ അവിടെ മയങ്ങിക്കിടക്കുന്ന ഗാഥയുടെ അരികിൽ പത്തി വിടർത്തി നിൽക്കുന്ന നാഗത്തെ കണ്ട് ഞെട്ടലോടുകൂടി നിൽക്കുക. അങ്ങനെ കൃഷ്ണാകത്തേക്ക് പോകാൻ തുടങ്ങുന്നതും മോളിക്കുട്ടിയും തങ്കം തടയണേ, നീ എന്താ കാണിക്കുന്നത്? നീ അങ്ങോട്ട് പോകണ്ട, മാറി നിൽക്ക്, എനിക്ക് പോകണം. അങ്ങനെ പറഞ്ഞ് കൃഷ്ണാകത്തേക്ക് കയറിയിട്ട് നാഗഭഗവാന്റെ മുമ്പിലെ കൈകൾ കൂപ്പി തൊഴുത് പ്രാർത്ഥിക്കുക. നാഗദൈവങ്ങളെ, ഇവൾ ചെയ്ത തെറ്റിന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുക. അതിന് എല്ലാ പരിഹാര മാർഗങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഗാഥയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത്തവണത്തേക്ക് ക്ഷമിച്ച് മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞ് അപേക്ഷിക്കുവാണ്. അങ്ങനെ ആ നാഗം അവിടെ നിന്നും എഴഞ്ഞു പോകുവാണ് കേട്ടോ. അത് കാണുന്നതും തങ്കത്തിന് ആശ്വാസമാകുവാണ്. അങ്ങനെ കൃഷ്ണ കൊണ്ടുവന്ന ആ പ്രസാദമെല്ലാം ഗാഥയുടെ നെറ്റിയിൽ ചാർത്തി കൊടുക്കുകയും ഗാഥയുടെ കയ്യിൽ ചരടൊക്കെ കെട്ടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം തങ്കം പറയണേ, എന്താണെങ്കിലും എല്ലാ പ്രശ്നങ്ങളും പാറിയില്ലേ? ഓ, ഇപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ വീണത്. ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ലമ്മേ. ഇനി ഗാഥക്ക് ഒരു കുഴപ്പവും വരില്ല. എന്നാൽ ശരി, മോള് വേഗം പോയിക്കോ. ഞാനെങ്ങനെ പെട്ടെന്ന് പോകുന്നത്? ഗാഥ ഒന്ന് കണ്ണു തുറക്കട്ടെ, എന്നിട്ട് പോകാം. ഇതേ സമയം തന്നെ ഗാഥ എണീക്കുന്നുണ്ട്. അങ്ങനെ കൃഷ്ണ ചെന്ന് ഗാഥയുടെ അരികിലിരിക്കുക. അന്നേരം ഗാഥയാണെങ്കിൽ ഭയന്ന് ചുറ്റും നോക്കുന്നുണ്ട്. ഈ സമയം കൃഷ്ണ പറയുന്നുണ്ട്, പേടിക്കൊന്നും വേണ്ട, ആ നാഗം പോയി. പൂജയൊക്കെ നടത്തിയിട്ട് പ്രസാദമായിട്ടാണ് ഞാൻ വന്നത്. ആ പ്രസാദം നെറ്റി തൊട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ചരട് പൂജാരി ഏൽപ്പിച്ചതാ കൈ കെട്ടാനായിട്ട്. ഈ ചരട് അഴിക്കാൻ പാടില്ല, കൈ തന്നെ കെട്ടണം. ഇനി പേടിക്കാനൊന്നുമില്ല. അന്നേരം ഗാഥ ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇപ്പോഴും കളരിക്കൽ തന്നെയാണോ? അത് കേട്ട് മോളിക്കുട്ടി പറയണേ, ആ പാമ്പ് പോയതോടെ അവൾക്ക് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. എടി, കൃഷ്ണ വന്നില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു നീ ഇപ്പോൾ പാമ്പിൻ്റെ കടിയിട്ട് ചത്തു മരിച്ച് കിടക്കുന്നത്. അതൊക്കെ കേട്ടിട്ടും പുച്ഛത്തോടെ നിൽക്കുവാണ്ടോ ഗാഥ. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ശ്രീനിവാസ് വീട്ടിൽ തിരിച്ചെത്തുന്നതാണ് കേട്ടോ. അങ്ങനെ ശ്രീനിവാസിൻ്റെ കാറിൻ്റെ ഒച്ച കേൾക്കുന്നതും കൃഷ്ണയും മോളിക്കുട്ടിയൊക്കെ ഭയക്കുക. അയ്യോ, അനൻ സാർ വന്നു എന്നാണ് തോന്നുന്നേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ടെൻഷനിൽ കൃഷ്ണ വേഗം മോളിക്കുട്ടിയുടെ ഒപ്പം പതിയെ പുറകുവശത്ത് വാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്.
ഈ സമയം സത്യവതി പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞ് ഭയന്ന് വിളിച്ചിട്ടായിരിക്കും കേട്ടോ ശ്രീനിവാസിനെ വിളിച്ചു വരുത്തിയത്. അങ്ങനെ ശ്രീനിവാസ് പാമ്പ് എവിടെയെന്നൊക്കെ ചോദിക്കുക. അകത്തുണ്ട് പാമ്പ്, എനിക്ക് ഭയമാകുന്നു അനിയ, നീ ഒന്ന് നോക്ക്. അങ്ങനെ പറഞ്ഞ് സത്യവതി ഭയന്ന് പുറത്ത് തന്നെ നിൽക്കുവാണ്. ഈ സമയം ശ്രീനിവാസ് അകത്തേക്കൊക്കെ ചെന്ന് പാമ്പ് എവിടെയാണെന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം മോളിക്കുട്ടിയും കൃഷ്ണയും കൂടി അയ്യൻ സാറിൻ്റെ മുമ്പിൽ പെടാതെ പതുങ്ങി അതുവഴി ഫ്രണ്ട് വശത്തെത്തുമായിരിക്കും. ഈ സമയം അവർ രണ്ടുപേരെയും ഒരുമിച്ച് സത്യവതി കാണുന്നുണ്ട്. അങ്ങനെ സംശയത്തോടെ അവർ രണ്ടുപേരെയും നോക്കി ഞെട്ടലോട് കൂടി നിൽക്കുന്ന സത്യവതിനെ കാണിക്കുന്നുണ്ട് പ്രൊമോയിൽ. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്